മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ എല്ലാവരും ഒരുമിച്ചെത്തിയ ഒരു സമ്മർ വെക്കേഷൻ. അതിലെ ചില സിനിമകൾ സൂപ്പർ ഹിറ്റായി, ചിലത് പ്രതീക്ഷിക്കാതെ പരാജയപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു സമ്മർ കാലഘട്ടമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2006 ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിയേറ്ററുകളിലെത്തിയ സിനിമകൾ. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രതീക്ഷയോടുകൂടി എന്ന തിയേറ്ററിലെത്തിയ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ച ഒരു സിനിമയായിരുന്നു സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് രസതന്ത്രം. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പാണ് 94 പിൻഗാമി എന്നൊരു സിനിമയാണ് അവസാനമായിട്ട് അവർ ഒരുമിച്ചത്. അതിനുശേഷം അവരുടെ സിനിമകൾ തിയേറ്ററുകളിൽ എത്തിയിരുന്നില്ല. സത്യനന്ദിക്കാട് തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് അങ്ങനെ ഒരു എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ ഒരു പിണക്കം മോഹൻലാലുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം സത്യനന്ദിക്കാടിൻ്റെയും മനസ്സിലില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, മോഹൻലാൽ എനിക്ക് ഡേറ്റ് തരാത്തോട് ഞാൻ പോയി ചോദിച്ചില്ല, ഞാൻ എൻ്റെതായ സിനിമകളിലൂടെ പോകുമായിരുന്നു. പിന്നീട് ഇന്നസെന്റ് ആണ് ഒരിക്കൽ അച്ചുവിൻ്റെ അമ്മയുടെയോ ഏതൊരു സിനിമയുടെ സമയത്താണ് ഇന്നസെന്റ് പറഞ്ഞത്, അവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, എവിടെയോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ സത്യനന്ദിക്കാട് പറയണത്, മോഹൻലാലിന്റെ മനസ്സിൽ അങ്ങനെ ഒരു പിണക്കോ ഗ്യാപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാനാണ് തേടി മോഹൻലാലിന്റെ അടുത്തൊരു കഥയുമായിട്ടോ അല്ലെങ്കിൽ പ്രൊജക്റ്റുമായിട്ട് പോവാത്തത്. എന്തായാലും അവർ തമ്മിൽ വീണ്ടും ഒന്നിച്ചൊരു സിനിമയായിരുന്നു രസതന്ത്രം. ആ സിനിമ ഭരത് ഗോപി ഒരുപാട് നാളുകൾക്ക് ശേഷം ഭരത് ഗോപി മോഹൻലാലിന്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കുന്നു. ഇളയരാജയുടെ സംഗീതം, മീര ജാസ്മിൻ നായികയായിട്ട് വരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. ആ ഒരു സിനിമ ഇനി തോന്നുന്നു വിഷുവിന് ഒരാഴ്ച മുമ്പ് ഏപ്രിൽ 6 7 ആയിരുന്നു അന്ന് തിയേറ്ററുള്ള ആ ഒരു സിനിമ എത്തിയത്. മറ്റൊരു സിനിമ ജോണി ആന്റണി മമ്മൂട്ടി കൂട്ടുകെട്ടായ തുരുപ്പുപോലെ. ജോണി ആന്റണി മമ്മൂട്ടിയും ആദ്യമായിട്ട് ഒന്നിച്ചത് കൊച്ചി രാജാവിന് ശേഷം ജോണി ആന്റണി ചെയ്തൊരു സിനിമയായിരുന്നു. അന്ന് മമ്മൂട്ടിയുടെ ഒരു പ്രതാപകാലമാണ്. നമ്മൾ മുമ്പത്തെ എപ്പിസോഡ്സ് ഒക്കെ പറഞ്ഞ പോലെ 2004 സേതുരാമയ്യ CBIക്ക് ശേഷം കാഴ്ച, പിന്നെ ബസ് കണ്ടക്ടർ, വേഷം. ബസ് കണ്ടക്ടർ വൻ വിജയമല്ല എങ്കിലും ഞാൻ പറഞ്ഞ അതൊരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നീട് തൊമ്മനും മക്കളും, രാജമാണിക്യം. ഞാൻ ആ ഒരു ഓർഡർ അല്ല പറയുന്നത്, അങ്ങനെ ഒരുപാട് സിനിമകൾ എല്ലാ വർഷവും മമ്മൂട്ടിക്ക് കുറച്ച് ഹിറ്റുകൾ ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരുന്നു 2006 തുരുപ്പുകുലാൻ എന്ന് പറയുന്ന സിനിമ. അതാ വിഷു സീസണിലാണ്, എനിക്കൊണ്ട് വിഷുവിൻ്റെ തലേ ദിവസം എന്തായിരുന്നു ആ ഒരു സിനിമ അന്ന് തിയേറ്ററിലെത്തിയത്. പിന്നെ ദിലീപ് കമൽ കൂട്ടുകെട്ടുള്ള, അന്നും ദിലീപിന്റെ ലയണിന് ശേഷം വരുന്നൊരു സിനിമ. ദിലീപ് ഇരട്ട വേഷത്തിൽ വരുന്നു. ഇങ്ങനെ ദിലീപ് കഥ എഴുതിയ ഒരു സിനിമ പച്ചക്കുതിര. ദിലീപ് കഥ എഴുതുന്നു. ടി.എ. ഷാഹിദ്, രാജമാണിക്യമൊക്കെ എഴുതിയ ടി.എ. ഷാഹിദ് സ്ക്രിപ്റ്റ് എഴുതുന്നു. കമൽ ഡയറക്ട് ചെയ്യുന്നു. ബാബു ഷാഹിർ ആയിരുന്നു പ്രൊഡ്യൂസർ, ഇപ്പോഴത്തെ സൗബിൻ സാഹിറിന്റെ അച്ഛൻ. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത്, പച്ചക്കുതിര. പിന്നെ ഈ 3 സിനിമകളാണ് ശരിക്കും ആ ഒരു വിഷുവിനോടനുബന്ധിച്ചത്. അതേ സമയത്ത് തന്നെ മാർച്ച് അവസാനം തിയേറ്ററിലെത്തിയ 2 പ്രധാന സിനിമകളുണ്ടായിരുന്നു. അതിലൊന്ന് ഷാജി കൈലാസ്, സുരേഷ് ഗോപിക്കുട്ടിലെ ടൈഗറിന് ശേഷം അവർ ചെയ്ത ചിന്താമണി കൊലക്കേസ്. പിന്നൊന്ന് ഒരു ഗ്യാപ്പിന് ശേഷം രാജസേനൻ ജയറാമോൻ നിൽക്കുന്ന സിനിമ മധുചന്ദ്രലേഖ, ഉർവശി നായികയാവുന്നു, മമത മോഹൻദാസ് അഭിനയിക്കുന്നു. അപ്പം ഈ 2 സിനിമ ഏകദേശം മാർച്ച് മാസം അവസാനമായിട്ട് തിയേറ്ററിൽ എത്തിയതാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ആ ഒരു ഏപ്രിൽ വിഷുവിന് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത്. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് രസതന്ത്രവും തുരുപ്പുകുലാനും തന്നെയായിരുന്നു. ഒരു എക്സാക്ട് കളക്ഷൻ എനിക്ക് തോന്നുന്നു ആ വർഷത്തെ 2006 ഏറ്റവും വലിയ വിജയം ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് രസതന്ത്രം, പിന്നെ തുരുപ്പുകുലാൻ, ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വേൾഡ് വൈഡ് ഗ്രോസ് ഒക്കെ. പിന്നെ ചിന്താമണി കൊലക്കേസും ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അതും ഹിറ്റ് സ്റ്റാറ്റസിൽ, ഒരു ടൈഗറിന് ശേഷം ഇവരൊന്നിച്ച സിനിമ എന്ന രീതിയിലും അത് ഹിറ്റ് തന്നെയായിരുന്നു. മധുചന്ദ്രലേഖ ഇനീഷ്യൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ലോങ് റണ്ണിൽ അങ്ങനെ വലിയൊരു ഗുണമൊന്നും കിട്ടിയില്ല. ഇതേ ടീം തന്നെ ആ വർഷം തന്നെ കനകസിംഹാസനം എന്ന് പറഞ്ഞ സിനിമ, അത് ആ വർഷത്തെ ക്രിസ്മസിനായിരുന്നു എന്നാണ് ഇപ്പോൾ 2006 ക്രിസ്മസിന് കനകസിംഹാസനം വിജയിച്ച സിനിമയിലായിരുന്നു. പക്ഷെ ഇതൊക്കെ ഈ 2 സിനിമയും പ്രൊഡ്യൂസേഴ്സിന് ലാഭം കിട്ടിയിരുന്നു. ഒരുപക്ഷെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിരിക്കും നഷ്ടം വന്നത്, പ്രൊഡ്യൂസേഴ്സിന് ലാഭം കിട്ടിയെന്ന രീതിയിലാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഏപ്രിൽ അവസാനമായപ്പോൾ ഒരു സിനിമ തിയേറ്ററിലെത്തി. അത് ആ ഒരു വിഷുവിന് ഇറങ്ങേണ്ടതായിരുന്നു, പല കാരണങ്ങളും നീണ്ടുപോയതാണ്. അത് ബൽറാം വേഴ്സസ് താരാദാസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. IV ശശിയുടെ അതിരാത്രവും ഇൻസ്പെക്ടർ ബൽറാം, രണ്ടിൻ്റെയും കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ 2 കഥാപാത്രങ്ങളും കൊണ്ടുവന്നിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ, അല്ലെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഈ സിനിമ അന്ന് ഏപ്രിൽ അവസാനമാണ് തിയേറ്ററുകളിൽ എത്തിയത്. വളരെ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു അന്ന് ആളുകൾക്ക് ഈ സിനിമകളെ കുറിച്ച്. കാരണം എനിക്കൊരു ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞാൻ കോഴിക്കോട് പഠിക്കുന്ന സമയമാണ്. ആ സിനിമ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ അതിൻ്റെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കോഴിക്കോട് ക്രൗൺ തിയേറ്റർ, ഇന്ന് ക്രൗൺ തിയേറ്ററിൽ മലയാള സിനിമയൊക്കെ റിലീസാവുന്ന, എനിക്ക് ക്രൗണിൽ നിന്ന് ഞാൻ കുറേ ആയി ക്രൗണിൽ പോയിട്ട് 2 3 സ്ക്രീൻ ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് ക്രൗൺ ഒരു തിയേറ്റർ ആയിരുന്നു. അന്ന് ഇംഗ്ലീഷ് സിനിമകളും ഹിന്ദി സിനിമകളും മാത്രം വരുന്ന തിയേറ്റർ ആയിരുന്നു. അന്ന് ക്രൗണിൽ ഈ സിനിമ റിലീസ് ഉണ്ടായിരുന്നു. പിന്നെ ഗംഗ തിയേറ്റർ,
ഗംഗ തിയേറ്റർ അന്ന് കുറച്ച് സി ഗ്രേഡ് സിനിമകളൊക്കെ ഇറങ്ങുന്ന ഒരു തിയേറ്റർ. ഗംഗ തിയേറ്റർ അവരൊന്ന് റിനോവേറ്റ് ചെയ്തിട്ട്, ഇന്ന് ഗംഗ തിയേറ്റർ ഇല്ല, ഗംഗ തിയേറ്റർ ഒരു റിനോവേറ്റ് ചെയ്തിട്ട് ഈ സിനിമ അന്ന് ഗംഗ ഇന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഗംഗ ഇന്നുണ്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഗംഗ തിയേറ്റർ എനിക്ക് തോന്നുന്നു ഇന്നും ഉണ്ട്. ഇന്നും പക്ഷെ അവിടെ ഇടക്കാലത്ത് അവർ അടച്ചിട്ടിട്ട് എന്നിട്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. എന്തായാലും അന്ന് ഗംഗ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് അവർ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു ബൽറാം താരദാസ്. പിന്നെ അപ്സരയിലും അന്ന് ഒരു ഷോ, മോർണിംഗ് ഷോ, രാവിലെ 7:45 8:45 ഒരു ഷോ ഇങ്ങനെയായിരുന്നു. അപ്പൊ എല്ലാ ക്രൗണൊക്കെ അന്ന് ഓൾറെഡി ഒരു 3-4 ദിവസത്തേക്കുള്ളത് ബുക്ക്ഡ് ആയിരുന്നു. അപ്സരയിലും ഇതുപോലെ തന്നെ അവർ 2 ദിവസം മുമ്പ് എന്തോ അവർ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഭയങ്കര ഇനീഷ്യൽ ബോളായിരുന്നു. രാവിലെ 6 മണിക്കൊക്കെ ആയിരുന്നു അന്ന് ക്യൂ ആളുകൾ തിയേറ്ററിൽ വന്ന് നിന്നിരുന്നത്. പക്ഷെ ആ സിനിമ നമുക്കറിയാം ഒരു വിജയമായി മാറിയില്ല, അതൊരു നഷ്ട സിനിമയായിരുന്നു. പച്ചക്കുതിരയും ഇതുപോലെ തന്നെ അന്ന് ഭയങ്കര പ്രതീക്ഷയോടുകൂടി വന്നിട്ട് അന്ന് നഷ്ടമായ ഒരു സിനിമയായിരുന്നു. പക്ഷെ ബാബു ഷാഹിർ ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ അന്ന് ദിലീപ് വാങ്ങുന്ന ഒരു പ്രതിഫലം 40 ലക്ഷം രൂപ എന്ന് ദിലീപ് അന്ന് പ്രതിഫലം വാങ്ങുന്നത്, 40 30 ആണ്. പക്ഷെ ദിലീപ് അതിന് വലിയ 60 ലക്ഷമാണ്. ദിലീപ് അന്ന് 60 ലക്ഷം രൂപ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു സമയമാണ്. പക്ഷെ ദിലീപ് അതിന്റെ പകുതി പൈസ മതി എന്ന് പറഞ്ഞ് 30 ലക്ഷം രൂപ എന്തോ എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തിന് അത് വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഫുൾ എന്തായാലും സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സ്ക്ക് ചിലപ്പോൾ കുറെ ഏരിയസ് നഷ്ടം വന്നിട്ടുണ്ട്. ആ സിനിമ അന്ന് ഒരു മോശം അഭിപ്രായം തന്നെയായിരുന്നു. ഇതിലെ സിനിമകൾ രസതന്ത്രം കൈരളി ശ്രീ തിയേറ്ററുകളായിരുന്നു ഇറങ്ങിയത്. ഞാൻ തൃശ്ശൂർ കൈരളിയിൽ നിന്നും കണ്ടിട്ടുണ്ട്, കോഴിക്കോട് ശ്രീന്നും കണ്ടിട്ടുണ്ട്. തുരുപ്പൂലാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിലായിരുന്നു ഇറങ്ങിയത്, കോഴിക്കോട് അപ്സരയിലായിരുന്നു. പച്ചക്കുതിര തൃശ്ശൂർ ജോസ് തിയേറ്ററും കോഴിക്കോട് ഡേവിസൺ. ഞാൻ കോഴിക്കോട് ഡേവിസൺ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ 2ാം ദിവസമാണ്, അന്ന് ഹൗസ്ഫുൾ ആയിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ അത്യാവശ്യം ഭയങ്കര കൂവലൊക്കെ ആയിരുന്നു. ക്ലൈമാക്സ് തീരുന്നതിന് മുമ്പ് ആളുകൾ ഇറങ്ങിപ്പോരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മധുചന്ദ്രലേഖയും കൈരളി ശ്രീ തിയേറ്ററുകളിലായിരുന്നു ഇറങ്ങി, കൈരളിയിലായിരുന്നു. ആദ്യത്തെ ഒരു 3 ദിവസമൊക്കെ നല്ല തിരക്കായിരുന്നു. ആ സൺഡേ ഒക്കെ ഹൗസ്ഫുൾ ആയിട്ടായിരുന്നു ഓടിയത്. പക്ഷെ പിന്നെ ആ സിനിമയ്ക്ക് വലിയ അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു, അത് ഡൗൺ ആയിട്ടാണ് പോയത്. ചിന്താമണി കൊലക്കേസ് ഞാൻ തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലാണ് ഞാൻ കാണുന്നത്. അത് ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്, പക്ഷെ അപ്പോഴും ഹൗസ്ഫുൾ ആയിരുന്നു. ബൽറാം താരദാസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ മോർണിംഗ് ഷോ ഫസ്റ്റ് ഡേ കാണുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ മെയ് മാസം എത്തിക്കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും അന്ന് തിയേറ്ററിൽ വന്നത് വടക്കും നാഥനാണ്. അത് രസാന്തരത്തിന്റെ ഒരു വിജയം കണ്ടിന്യൂഷനാണ്. വടക്കുംനാഥൻ കുറെ കാലം പെട്ടിക്കിടന്നൊരു സിനിമയായിരുന്നു. അത് തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ ഈവനിങ് ഷോ 6 മണിയുടെ ഷോനാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. രവീന്ദ്ര മാഷിന്റെ സംഗീതം. അദ്ദേഹം രവീന്ദ്ര മാഷ് മരിച്ച ശേഷമാണ് തോന്നുന്നത് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയത്. എന്തായാലും ആ സിനിമ രസതന്ത്രം പോലെ ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ അത്യാവശ്യം ഓടിയൊരു സിനിമയാണ്. പക്ഷെ അത് കുറെ കാലം പെട്ടിയിലൊക്കെ കിടന്ന് ഇറങ്ങിയ സിനിമ ആയതുകൊണ്ട് എത്രമാത്രം അതിനൊരു ലാഭം കിട്ടി എന്ന് തോന്നുന്നില്ലെങ്കിലും അതൊരു ഹിറ്റ് സ്റ്റാറ്റസ് തരും. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് കീർത്തി ചക്ര ഇറങ്ങുന്നത്. അപ്പം മോഹൻലാലിന്റെ നരൻ 2005 തന്മാത്ര, പിന്നെ രസതന്ത്രം, വടക്കുംനാഥൻ, കീർത്തിചക്ര, അങ്ങനെ 5 സിനിമകൾ ബാക്ക് ടു ബാക്ക് മോഹൻലാലിന്റെ വിജയിച്ചു. കാരണം കീർത്തിചക്ര ബ്ലോക്ക് ബസ്റ്ററായ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ ഫാൻസുകാരൊക്കെ അന്നൊരു മുദ്രാവാക്യം പോലെ വിളിച്ചെന്ന് ഇറങ്ങി ജോസ് തിയേറ്ററിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. 5 വിജയങ്ങൾ ബാക്ക് ടു ബാക്ക് കിട്ടിയ ഒരു നടൻ വേറെ ആരുണ്ട് എന്നൊക്കെ പറഞ്ഞത് മോഹൻലാൽ ഫാൻസ് ഒരു ജാഥ പോലെയൊക്കെ ജോസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇത്രയും സിനിമകളാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഒരു എല്ലാ സിനിമകളും ഞാൻ അന്ന് തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ടുള്ളതാണ്. ഇതിൽ രസതന്ത്രം തുരുപ്പൂലാനും തന്നെയാണ് അന്നത്തെ ഒരു സമ്മർ വിന്നേഴ്സ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തിയേറ്ററിൽ നിന്ന് കണ്ട എക്സ്പീരിയൻസും ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നമുക്ക് ഷെയർ ചെയ്യുക.